സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനറിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോ. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അതേപോലെ ഒരു രീതിയിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ എങ്ങനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാക്സിമം റിട്ടേൺസ് എടുക്കാം, നമുക്ക് എങ്ങനെ വെൽത്ത് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി തന്നെ കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് തരുവാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത്. നമ്മൾ ആക്റ്റീവ്ലി ഒരു ജോലി ചെയ്യാതെ, അതായത് നമ്മൾ നമ്മുടെ സമയം കൊടുത്ത് നമ്മൾ പണം ഉണ്ടാക്കുന്നതിന് പകരം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പണം നമ്മൾക്ക് കൊണ്ട് തരുന്ന ഒരു സ്റ്റേജിനെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇതിലേക്ക് എത്താൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ല ഒരു ടൂളാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏതൊരു അസറ്റ് ക്ലാസ് എടുക്കുവാണെങ്കിലും ലോങ് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റ് തന്നിരിക്കുന്ന റിട്ടേൺസിനെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർസ് ഓൺ ചെയ്യുമ്പോൾ അത് വെറുതെ ഒരു പേപ്പറോ അല്ലെങ്കിൽ അതൊരു ഡിജിറ്റൽ ഒരു സംഭവം മാത്രമല്ല. നമ്മൾ മേടിക്കുന്നത് ഏത് കമ്പനിയുടെ സ്റ്റോക്ക് ആണോ, നമ്മൾ ആ കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് ആണ് നമ്മൾ മേടിക്കുന്നത്. ആ എൻറ്റയർ കമ്പനി എന്ന് പറയുന്നത് തന്നെ ഒരു അസറ്റ് ആണ്, അല്ലെ? ആ അസറ്റ് ആണ് നമ്മൾ ഓൺ ചെയ്യുന്നത്. ആ കമ്പനി അവരുടെ ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ കമ്പനി പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ ആ കമ്പനി വളരുന്നതനുസരിച്ച് ആ കമ്പനിയുടെ വാല്യൂ, ആ കമ്പനിയുടെ എൻറ്റയർ വാല്യൂ തന്നെ വളർന്നു പോകും. അങ്ങനെ ആ കമ്പനിയുടെ വാല്യൂ വളരുന്നതനുസരിച്ചാണ് നമ്മളുടെ കയ്യിലുള്ള ആ കമ്പനിയുടെ ഓണർഷിപ്പിന്റെ വാല്യൂവും വളരുന്നത്. ഓക്കെ, നമുക്ക് ഇനി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്ന് നോക്കാം. സ്റ്റെപ്പ് 1, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ ഫൈനാൻഷ്യലി റെഡി ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടൊരു ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ലംസം എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഓൾറെഡി ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 തൊട്ട് 12 മാസങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സർവൈവ് ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസസ് കവർ ചെയ്യാനായിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുത്തു കഴിഞ്ഞു. അതേപോലെ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതായത് അടുത്ത മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് എടുത്ത് ഒരിക്കലും മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ല. അതേപോലെ തന്നെ ഒരു 1 ഇയറിലേക്ക് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ആവശ്യമുള്ള ഫണ്ട് ആണെങ്കിൽ അത് നിങ്ങൾ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. എപ്പോഴും ലോങ് ടേമിലേക്ക് നമുക്ക് വേണ്ട, ലോങ് ടേമിലേക്ക് നമ്മുടെ വെൽത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡി ആയിട്ടുള്ള ഫണ്ട് മാത്രമേ നമ്മൾ മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും ലോൺ എടുത്ത ഫണ്ട് ഉപയോഗിച്ച് മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ കുറച്ച് കാശ് കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് ട്രേഡ് ചെയ്തു, പെട്ടെന്ന് നമുക്ക് ഭയങ്കര കാശുണ്ടായി, അങ്ങനത്തെ ഒരു സംഭവം അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോങ് ടേമിലേക്ക് കൺസിസ്റ്റന്റ്ലി നല്ല ഗ്രോത്ത് ഉണ്ടായി വെൽത്ത് ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നേരത്തെ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കണം മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് 2, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നിങ്ങൾ സെലക്ട് ചെയ്യണം. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കാൻ പ്രൂവൻ ആയിട്ടുള്ള 2 സ്ട്രാറ്റജീസ് ആണ് ആക്ച്വലി ഉള്ളത്. 1, ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്ത് പാസീവ്ലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 2, വാരൻ ബഫറ്റ് സ്റ്റൈൽ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇതല്ലാതെ പല സ്ട്രാറ്റജീസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ ട്രേഡിംഗ്, ഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഒരു വർഷം 40, 50, 60% ഒക്കെ റിട്ടേൺസ് കൺസിസ്റ്റന്റ്ലി ഉണ്ടാക്കാം എന്ന് ക്ലെയിം ചെയ്യുന്ന പല ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം മോസ്റ്റ് പ്രോബബ്ലി ഒരു സ്കാം ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റർ ആയ വാരൻ ബഫറ്റിന് വരെ ലോങ് ടേമിൽ ഏകദേശം ഒരു 20 to 25 CAGR ആണ് വാരൻ ബഫറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമ്മള് ട്രേഡ് ചെയ്ത് ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്ത് അതിലും മുകളിൽ നമുക്ക് ഉണ്ടാക്കാം, കൺസിസ്റ്റന്റ്ലി ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് തന്നെ വളരെ ഒരു, എസ്പെഷ്യലി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതിലേക്ക് ഒന്നും പോയി ചാടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പാസീവ്ലി നമ്മൾ ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൂവൻ സ്ട്രാറ്റജി. ഇതിൽ ബേസിക്കലി നമ്മൾ ഇൻഡെക്സ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിലേക്കും ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിലേക്കും നമ്മൾ വീക്കലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി നമ്മൾ പീരിയോഡിക്കലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനാണ് ഡോളർ കോസ്റ്റ് ആവറേജിങ് ഇൻടു പാസീവ് ഫണ്ട്സ് എന്ന് പറയുന്നത്. പാസീവ് എന്ന വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇൻഡെക്സ് ETF അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടോ ആക്റ്റീവ്ലി ആരും മാനേജ് ചെയ്യുന്നില്ല. അതായത് നമ്മളോ ആക്റ്റീവ്ലി ഡിസൈഡ് ചെയ്യുന്നില്ല ഓക്കെ ഏത് കമ്പനീസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാളും ഡിസൈഡ് ചെയ്യുന്നില്ല ഏത് കമ്പനിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. പക്ഷെ നേരെ മറിച്ച്
ഇത് ഒരു മാർക്കറ്റ് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അതായത് നമ്മൾ നിഫ്റ്റി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 എന്ന് പറയുന്നത് NSEയുടെ ടോപ്പ് 50 കമ്പനീസിന്റെ ഒരു ഇൻഡെക്സ് ആണ്. പല പ്രൊപ്പോർഷൻസിലാണ് ഓരോ കമ്പനീസും ഈ ഒരു ഇൻഡെക്സിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ആ ആളുടെ ജോലി ഇത്രയേ ഉള്ളൂ. ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കുക, ഈ ഫണ്ട് നിഫ്റ്റിയിലുള്ള കമ്പനീസിൽ ഏത് പ്രപ്പോർഷനിലാണോ നിഫ്റ്റി ഇൻഡെക്സിലുള്ളത് ആ സെയിം പ്രപ്പോർഷനിൽ തന്നെ ബൈ ചെയ്യുക. അല്ലാതെ ആ ഫണ്ട് മാനേജർ ആക്റ്റീവ്ലി ഒരു ഡിസിഷൻ എടുക്കുന്നില്ല, ഏത് കമ്പനീസിലേക്ക് എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും ആ ഒരു ഫണ്ട് മാനേജർ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഫണ്ട്സിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കാർഡ്സിൽ കൊടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും പാസീവ് ഇൻവെസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഈ ഫണ്ട്സിലേക്ക് നമ്മൾ പീരിയോഡിക്കലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻസ് ഒന്നും നോക്കാതെ തന്നെ കൺസിസ്റ്റന്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് നിഫ്റ്റി തന്നിരിക്കുന്ന റിട്ടേൺ, നിഫ്റ്റി ഇൻഡെക്സ് തന്നിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 14 to 15% ആണ് ആവറേജ് റിട്ടേൺസ് ഇയർലി CAGR നിഫ്റ്റി തന്നിരിക്കുന്നത്. സോ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിന്ന് നമുക്കൊരു സിമിലർ റിട്ടേൺസ് തന്നെയാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ മാർക്കറ്റ് താഴെയാണോ, മാർക്കറ്റ് മുകളിലാണോ, മാർക്കറ്റ് ടൈം ചെയ്യാനോ ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ കൺസിസ്റ്റന്റ്ലി എവറി വീക്ക് അല്ലെങ്കിൽ എവറി മന്ത് നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ എല്ലാ തവണയും നമ്മൾ ഒരു മാർക്കറ്റ് കണ്ടീഷൻസോ, നമ്മൾ ന്യൂസിൽ അവരെ സ്റ്റോക്ക് പിക്സ് പറയുന്നതോ, യൂട്യൂബ് വീഡിയോസിൽ അവർ സ്റ്റോക്ക് പിക്സ് പറയുന്നതോ, ഇതൊന്നും നോക്കാതെ തന്നെ നമ്മൾ കൺസിസ്റ്റന്റ്ലി ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സ്ട്രാറ്റജി വാരൻ ബഫറ്റ് സ്റ്റൈൽ ലോങ് ടേം വാല്യൂ ഇൻവെസ്റ്റിംഗ്. ഇതൊരു ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ തന്നെയാണ് ഏത് സ്റ്റോക്കിലേക്ക്, ഏത് ഇൻഡിവിജ്വൽ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് സെലക്ട് ചെയ്യുന്നത്. ഇത് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? നമ്മൾ ഓരോ കമ്പനിയുടെയും ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഏത് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനിയെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. അവരുടെ ആ കമ്പനി ഉള്ള ഇൻഡസ്ട്രിയെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. അവരുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ് നോക്കണം. അവരുടെ ഗ്രോത്ത് റേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അവരുടെ ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അവരുടെ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽസ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ആ എൻറ്റയർ കമ്പനിയുടെ വർത്ത് എത്രയാണ് ആ കമ്പനിയുടെ വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം മാർക്കറ്റിൽ ആ ഇൻട്രൻസിക് വാല്യൂവിന് താഴെ എപ്പോഴാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കി ആ ടൈമിലായിരിക്കണം നമ്മൾ ബൈ ചെയ്യുന്നത്. ഇത് അത്ര ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല. എസ്പെഷ്യലി ഒരു ബിഗിനറെ സംബന്ധിച്ച് നോക്കുമ്പോൾ സക്സസ്ഫുള്ളി ആക്റ്റീവ് ഇൻവെസ്റ്റിംഗിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നമ്മൾ ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ലോങ് ടേമിൽ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലും ഈ നമ്മൾ ഇതെല്ലാം ചെയ്താലും, നമ്മൾ എത്ര സ്റ്റഡി ചെയ്താലും ഒരു ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് ടൈം ആൻഡ് ടൈം അഗെയിൻ അത് നമ്മൾ പല ഇത് നോക്കുവാണെങ്കിൽ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാൻ, ആക്റ്റീവ്ലി മാനേജ് ചെയ്ത ഒരു ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ആക്റ്റീവ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ചാൻസസ് തന്നെ നമ്മൾ കുറയ്ക്കുകയാണ്. സോ ഇൻവെസ്റ്റിംഗ് ഒരു പാഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, ബിസിനസ്സസ് ഒരു പാഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് ഇറങ്ങാം. പക്ഷെ ഒരു ബിഗിനറിനെ മാത്രമല്ല, ഒരു മജോറിറ്റി ഓഫ് ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതാണ് പാസീവ് ഫണ്ട്സിലേക്ക്. ഇനി ഒരു ബിഗിനറിന് ഒരു പാസീവ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈലിൽ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ആക്റ്റീവ് ഇൻവെസ്റ്റിംഗിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് പിന്നെ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെപ്പ് നമ്പർ 3, ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമുക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്, ബ്രോക്കറേജ്, ഡിമാറ്റ് അക്കൗണ്ട് ഓൺലൈൻ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പലതരം പ്ലാറ്റ്ഫോംസ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇപ്പം ഏറ്റവും ലാർജസ്റ്റ് ബ്രോക്കറേജ് ആണ് ഇന്ത്യയിൽ സെറോദ എന്ന് പറയുന്നത്. സെറോദയുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സെറോദ എന്നുള്ള വെബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാനും പറ്റും. അവരുടെ കോയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നുള്ളത് അപ് സ്റ്റോക്സ് ഉണ്ട്. അതും വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ആണ് ഇന്ത്യയിൽ.
പിന്നുള്ളത് ഗ്രോ ഒരു പ്ലാറ്റ്ഫോമാണ്. ഗ്രോ എന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്രോ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ കാര്യങ്ങളും, അത് സ്റ്റോക്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, FDs ഉണ്ട്, നമുക്ക് IPOസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് സോവറിൻ ഗോൾഡ് ബോൺസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രോ എന്ന് പറയുന്നത്. എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾ എന്തായാലും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിനെ തന്നെ സെലക്ട് ചെയ്യുക. സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ, ഏഞ്ചൽ ബ്രോക്കിംഗ്, അങ്ങനെ ഏതെങ്കിലും. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ ഗ്രോ വളരെ നല്ലൊരു ആപ്പാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് സെറോദയും ഗ്രോയുമാണ്. ഗ്രോ ആണ് എൻ്റെ പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം. സെറോദയിലും ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ആപ്പാണ് ഗ്രോ എന്ന് പറയുന്നത്. കാരണം വളരെ ഇൻറ്റുയിറ്റീവ് ആയിട്ടാണ് അവർ ആ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ചാർജസ് ഒന്നും തന്നെ ഇല്ല, വളരെ എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ആണ് ഗ്രോ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4, നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റോക്സ് ആണെങ്കിൽ സ്റ്റോക്സ് മേടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുപോവാം. ഇതെൻ്റെ ഗ്രോ അക്കൗണ്ടിന്റെ ഹോം പേജ് ആണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ നമ്മുടെ പല ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് KYC ചെയ്യാം, ആധാർ വെച്ചിട്ട് KYC ചെയ്യാം, നമ്മുടെ പാൻ കാർഡ് ലിങ്ക് ചെയ്യുക. വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഗ്രോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്സ് ഉണ്ട്, നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്, FDs ഇടാം, US സ്റ്റോക്സ് ഇടാം. നേരത്തെ നമുക്ക് ഗോൾഡ് ഇടായിരുന്നു, പിന്നെ ഗവൺമെന്റ് ഒരു ബാൻ വന്ന് നിർത്തി. നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റോക്സ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ സെർച്ചിലേക്ക് വരിക. നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്താണ് മേടിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിഫ്റ്റിയുടെ ഒരു ETF കാണിച്ചു തരാം. അതായത് നിഫ്റ്റി ബീസ് ആണ്. നിഫ്റ്റി ബീസ് എന്ന് പറയുമ്പോൾ നിപ്പോൺ എന്ന് പറയുന്ന ഫണ്ട് മാനേജ്മെന്റ് കമ്പനി നിഫ്റ്റിയെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് എക്സ്ചേഞ്ച് ഫണ്ടാണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. സോ ഇതിൽ നിഫ്റ്റിനെ ട്രാക്ക് ചെയ്യുകയാണ് ബേസിക്കലി ഈ ഒരു ഫണ്ടിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഗ്രോ അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണം. അത് നമുക്ക് ഗൂഗിൾ പേ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പേജിലേക്ക് വരിക. ഓക്കെ, നമ്മൾ ഈ പേജിൽ തന്നെ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ റിട്ടേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും, നമുക്ക് ഇതിൻ്റെ AUM നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതേപോലെ ഇതിൽ നമ്പർ ഓഫ് സ്റ്റോക്സ് ഉണ്ടല്ലേ, നിഫ്റ്റി 50 50 സ്റ്റോക്കാണ്. അതേപോലെ ഇതിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഏതാണ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യാനാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഡെലിവറി എടുത്താൽ മതി ടൈപ്പ്. അത് NSE തന്നെ കിടന്നോട്ടെ. NSE BSE നമുക്ക് ഏത് വേണമെങ്കിൽ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. നമുക്ക് NSE തന്നെ ഇവിടെ വെച്ചേക്കാം. പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് മാർക്കറ്റ് ഓർഡർ ആണോ ലിമിറ്റ് ഓർഡർ ആണോ എന്നുള്ളതാണ്. അത് പല പ്ലാറ്റ്ഫോംസിലും പല രീതിയിലാണ് ഇതിൻ്റെ ഒരു UI വരുന്നത്. പക്ഷെ എസെൻഷ്യലി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിമിലർ ആയിരിക്കും. മേജർലി നമുക്ക് 2 ഓർഡർ ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് മാർക്കറ്റ് ഓർഡറും ഒന്ന് ലിമിറ്റ് ഓർഡറും. മാർക്കറ്റ് ഓർഡർ എന്താന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് വാല്യൂ എന്താണോ ആ ഒരു വാല്യൂവിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലിമിറ്റ് ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് പെർട്ടിക്കുലർലി നമുക്കറിയാം, ഓക്കെ ഈ ഒരു പ്രൈസിനെ ഞാനിത് മേടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിനെ ഞാനിത് സെല് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പ്രൈസ് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓർഡർ കൊടുക്കുക, നമ്മൾ ലിമിറ്റ് ഓർഡർ കൊടുക്കുക, നമുക്ക് ഇവിടെ പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, എത്ര പ്രൈസിലാണ് നമ്മൾ മേടിക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓർഡർ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ എത്ര ഷെയർസ് ആണ് നമ്മൾ മേടിക്കുന്നത്. ഞാനിപ്പോൾ ഫണ്ട് ആഡ് ചെയ്തിട്ടില്ല, എത്ര ഷെയർസ് ആണ് മേടിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബൈ ബട്ടൺ അമർത്തുക. ബൈ ബട്ടൺ അമർത്തി കഴിയുമ്പോഴേക്കും ഓർഡർ പ്ലേസ് ആവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഓർഡർ എക്സിക്യൂട്ട് ആയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ അത് വന്ന് കിടക്കുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് നമ്മൾ മേടിക്കുന്നത്. നമുക്കെല്ലാം ഓൺലൈനായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിതെല്ലാം ചെയ്യാം. ഇപ്പോൾ ഗ്രോ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഹോം പേജിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻഡെക്സ് കാണാം. ഈ ഇൻഡെക്സിൽ നിന്ന് തന്നെ നമുക്ക് പല ഈ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന നമുക്ക് പല എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് നമുക്ക് കാണാം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് IPOs നോക്കണമെങ്കിൽ നോക്കാം. സോവറിൻ ഗോൾഡ് ബോൺസ് നമുക്ക് ഒരെണ്ണം ഇപ്പോൾ ഓപ്പൺ ആണ് കറന്റ്ലി. അപ്പോൾ നമുക്ക് അതെല്ലാം നോക്കാനായിട്ട് പറ്റും. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾസ് നമ്മൾ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലോങ് ടേമിലേക്കാണ് അത് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു ഇൻവെസ്റ്ററിനെ നോക്കുകയാണെങ്കിൽ അവരുടെ സക്സസ് തന്നെ എത്ര നാള് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. സോ ഇപ്പോൾ വാരൻ ബഫറ്റിനെ നോക്കുകയാണെങ്കിൽ വാരൻ ബഫറ്റ് വളരെ യങ് ഏജസിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ വാരൻ ബഫറ്റിന്റെ 90% ഓഫ് വെൽത്ത് വാരൻ ബഫറ്റ് ഉണ്ടാക്കിയത് വാരൻ ബഫറ്റിന്റെ 50ാമത്തെ വയസ്സിന് ശേഷമാണ്. സോ വാരൻ ബഫറ്റിന്റെ ഒരു വലിയ സക്സസ് എന്ന് പറയുന്നത് തന്നെ ഇത്രയും വർഷങ്ങൾ ഡെക്കേഡ്സ് ആയിട്ട് വാരൻ ബഫറ്റിന് ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റി. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഇടയ്ക്ക് ഡൗൺ ആവുമ്പോൾ അല്ലെ 100x റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പുതിയ NFT പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു പുതിയ ക്രിപ്റ്റോ പ്രൊജക്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂസിൽ പറയുകയാണ് ഓക്കെ ഈ സ്റ്റോക്കാണ് ഇനി മൾട്ടി ബാഗ് സ്റ്റോക്ക് ആവാൻ പോകുന്നത്, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ കേൾക്കുവാണ് ഓക്കെ ഈ സ്റ്റോക്ക് വളരെ കിടിലമാണ്, ഇതിനി അടുത്ത ഒരു 5 വർഷത്തേക്ക് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ സെല്ല് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഗോൾസിലേക്ക് എത്തുകയുമില്ല. എന്നാൽ നമുക്ക് പണം നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസുമുണ്ട്. സോ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ വളരെ റാഷണൽ ആയിട്ട് തന്നെ നമ്മൾ സ്റ്റേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലോങ് ടേമിൽ നമുക്കൊരു സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആയിട്ട് മാറാനായിട്ട് പറ്റത്തുള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള പേഴ്സണൽ ഫൈനാൻസ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫൈനാൻഷ്യലി ഫ്രീ.